ഹായ് ഹലോ നമസ്കാരം. മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് രേവതിക്കുട്ടി. ഇനി എന്തൊക്കെയായിരിക്കും അലീനയ്ക്ക് സംഭവിക്കുക? രേവതിക്കുട്ടിക്ക് അലീനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ, അതോ ഇനി വീണ്ടും വലിയ കുരുക്കിലേക്കാണോ അലീന വീഴാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ നല്ല ടെൻഷനിലാണ്. അലീനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷെ സാധിച്ചില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസി ആന്റിയോടും മാമച്ചനോടും സംസാരിക്കുകയാണ്. എന്നാൽ എന്ത് വഴിയാണുള്ളത്? ഒരിക്കലും നമുക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അതും റേപ്പ് കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നാറിപ്പോകും എന്ന് പറയുമ്പോൾ, അങ്കിൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യണ്ട, അലീന ചേച്ചിയെ രക്ഷിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അങ്ങനെ ഗ്രേസി ആന്റിയുടെ വകയിലുള്ള തൻ്റെ ഒരു ബന്ധുവിനെ കാണുകയും ആ ബന്ധുവിൻ്റെ മകൻ, തൻ്റെ അമ്മാവൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. അതും ഈ പാലായിൽ DYSP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തൻ്റെ ബന്ധു വഴി ആ DYSPയെ കോൺടാക്ട് ചെയ്ത് അലീനെ രക്ഷിക്കാനായിട്ടാണ് ഇപ്പോൾ ഗ്രേസി ആന്റി ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഗ്രേസി ആന്റിയും രേവതിക്കുട്ടിയും മാമച്ചനും കൂടി ചേർന്നിട്ട് തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് രേവതിക്കുട്ടി കൃഷ്ണമോളെ വിളിച്ചു. എന്നിട്ട് കാര്യങ്ങൾ തിരക്കി. അലീന ചേച്ചി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, നീ വിഷമിക്കേണ്ട, ഞാനിപ്പോഴെന്തായാലും ആന്റിയുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, അലീന ചേച്ചിയെ രക്ഷിക്കാനുള്ള വഴി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് രേവതിക്കുട്ടി കൃഷ്ണമോളെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഈ സമയത്ത് അലീനയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. പോലീസ് പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അലീനയോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതായത്, നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, പ്രതികളായ ഹരിശങ്കറിനെയും പിന്നെ രോഹിത്തിനോടും ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു വിവരം കിട്ടി. എന്നാൽ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നും പറഞ്ഞു. മാത്രമല്ല, നിന്നോട് ഈ പ്രതികളായ പോലീസുകാർ അലീനയോട് ചോദിച്ചു, ഒന്നാം പ്രതിയായ ഹരിശങ്കറും രണ്ടാം പ്രതിയായ രോഹിത്തും ചേർന്ന് നിന്നോട് അപമര്യാദയായി പെരുമാറിയോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നും, എന്നാൽ എങ്ങനെയാണ് അപമര്യാദയായി പെരുമാറിയതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തന്നോട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് തന്നെ വേദനിപ്പിച്ചു, മാത്രമല്ല തന്നോട് മോശമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടും തന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ അലീന പറഞ്ഞു. അതുകൊണ്ട് തന്നെ മോശമായ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ ശക്തമായ പ്രതികരണമായിരുന്നു അവരോട് നടത്തിയത്, ശക്തമായിട്ട് തന്നെ അവർക്ക് താക്കീതും നൽകിയെന്ന് അലീന പറഞ്ഞു. എന്നാൽ എന്ത് പ്രവൃത്തിയാണെന്ന് ചോദിച്ചപ്പോൾ ദേഹത്തെ തൊട്ടുരുമി നടക്കുകയും കയ്യിൽ കയറി പിടിക്കുകയാണ് അവർ ചെയ്തതെന്ന് മാത്രമാണ് അലീന പറഞ്ഞത്. അല്ലാതെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അലീന മറുപടിയും നൽകി. അത് കേട്ടപ്പോൾ പോലീസിന് വിശ്വാസം വന്നില്ല. ഹരിയെയും രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ലോക്കപ്പിൽ നിന്നും അവരെ രണ്ടുപേരെയും തുറന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരോട് ചോദിക്കുകയാണ്, ഈ നിൽക്കുന്ന അലീനെ നിങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചു. എന്നാൽ അതേ എന്നും എവിടെ വെച്ചാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഹരിയോട് ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു, ജ്യൂസിൽ ഞങ്ങൾ ഒരു വട്ടം, അതായത് അലീനെ ഒരു വട്ടം ഞങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഹരി ഉത്തരം നൽകി. എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് രോഹിത്തിനോട് ചോദിച്ചപ്പോൾ രോഹിത് അതിനും മറുപടി നൽകി. ഞങ്ങൾ അലീനയ്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുകയും എന്നിട്ട് അത് അലീനയെ കൊണ്ട് കുടിപ്പിക്കുകയും അലീനയുടെ കയ്യിൽ കയറി പിടിക്കുകയും അലീനയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരെ നിർത്താൻ പറഞ്ഞു. മതി, ഇനി എന്താണ് നടന്നത് എന്ന് എനിക്കറിയാമെന്ന് പോലീസ് പറഞ്ഞു. എന്നിട്ട് അലീനയോട് ചോദിച്ചു, കേട്ടോ, അവർ പറഞ്ഞത് കേട്ടോ? നീയല്ലേ പറഞ്ഞത് നിന്നോട് അവര് വേറെ ഒരു രീതിയിലും പെരുമാറിയിട്ടില്ല, നിന്റെ ദേഹത്ത് കയ്യിൽ തൊടുകയും അനാവശ്യമായിട്ട് നിന്നോട് അനാവശ്യ വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ലേ നീ പറഞ്ഞത്? എന്നാൽ അവർ നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞത് കേട്ടില്ലേ എന്ന് അലീനയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് രോഹിത്തും ഹരിയും മനസ്സിലാക്കിയത്, സത്യങ്ങൾ അലീന തുറന്നു പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളാണ് അലീനയുടെ മുന്നിൽ വെച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. അലീന ഞങ്ങളെ രക്ഷിക്കാൻ നോക്കുകയാണെന്നും ഹരിക്ക് മനസ്സിലായില്ലെങ്കിലും രോഹിത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അലീന ഒന്നും മിണ്ടാതെ ബാക്കിയും കൂടി കേൾക്കുമ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞു. എന്നാൽ പോലീസുകാരെ ബാക്കി കേൾക്കാനായിട്ട് തയ്യാറായില്ല. അതിനു മുന്നേ CI വന്നതുകൊണ്ട് തന്നെ ഹരിയെയും രോഹിത്തിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അലീനയോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തു പോലീസ്.
എന്നാൽ തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് അലീനയ്ക്ക് ഒരു മാർഗവുമില്ല. കാരണം ഓരോ കുരുക്കിൽ നിന്നും കുരുക്കിലോട്ട് അവർ ചെന്ന് വീണുകൊണ്ടേ ഇരിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ അലീന ശ്രമിക്കുമ്പോൾ അലീനയാണ് കുരുക്കിൽ നിന്നും കുരുക്കിലോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. പോലീസുകാര് അലീനയോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, രോഹിത്തും ഹരിയും ഇത്രയും തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ശരണ്യയുടെ കേസിൽ അവരെ പെടുത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി നോക്കണം. വീണ്ടും അവരിതേപോലെ മറ്റൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുകൂടി പോലീസിനെ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹരിക്കും രോഹിത്തിനും നല്ല ശിക്ഷ തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അലീനയെ കൊണ്ട് ഹരിക്കും രോഹിത്തിനുമെതിരെ ഒരു പരാതി എഴുതി തരാനായിട്ട് പോലീസ് ആവശ്യപ്പെട്ടത്. ഒരു പരാതി നീ അവർക്കെതിരെ എഴുതി തരികയും ഒപ്പിട്ട് തരികയും ചെയ്യണം, എന്നാൽ നിന്നെ വെറുതെ വിടാമെന്നും നിന്നെ സാക്ഷിയാക്കാമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് അതിൽ യാതൊരു പരാതിയും ഇല്ല എന്നും അതുകൊണ്ട് ഞാൻ എഴുതി തരത്തില്ല, ഞാൻ പരാതി എഴുതി തരാൻ പോകുന്നില്ല എന്ന് അലീന തീർത്തും പറഞ്ഞു. അപ്പൊ അലീനയെ ഒരുപാട് അവര് വേദനിപ്പിച്ചു, വാക്കുകൾ കൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചു. എന്നിട്ട് നീ പരാതി എഴുതി തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ 5ാം പ്രതിയാക്കുമെന്നാണ് പോലീസിന്റെ ഭീഷണി. തന്നെ 5ാം പ്രതി ആക്കിയാലും തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഈ കേസ് പേപ്പറിൽ എഴുതി തരത്തില്ല, അവർക്കെതിരെ പരാതി തരത്തില്ല എന്ന് തന്നെ അലീന തീർത്തും പറഞ്ഞു. അപ്പൊ അലീനയെ പിടിച്ചുകൊണ്ടുപോയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടിക്ക് അലീനയെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ ബാലചന്ദ്രന്റെ സഹോദരി വൈജയന്തിയെ പോയി കാണുകയും എന്നിട്ട് വൈജയന്തിയോട് സംസാരിക്കുകയും അലീനെ ഈ കേസിൽ സാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുകയാണ്. രോഹിത്തിനും പിന്നെ ഇവിടെ ഹരിക്കുമെതിരെ അവർ കേസ് എഴുതിപ്പിക്കാനായിട്ട് മറ്റൊരു പരാതി കൂടി എഴുതിപ്പിക്കാനായിട്ട് നോക്കുകയാണെന്നും പരാതി എഴുതി അലീനെ കൊണ്ട് ഒപ്പിടിക്കാനായിട്ടാണ് നോക്കുന്നതെന്നും വൈജയന്തിയോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വൈജയന്തിക്ക് വീണ്ടും ടെൻഷനായി, വീണ്ടും കേസ് മുറുകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. എന്നാൽ അലീനെ പിടിച്ചുകൊണ്ട് പോയ കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞതിന് ശേഷം ബാലചന്ദ്രന് ഹോസ്പിറ്റലിൽ കിടക്കാൻ തോന്നിയില്ല. തന്റെ മകളെ രക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ബാലചന്ദ്രന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്റെ മകളെ രക്ഷിക്കാനായിട്ട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. താൻ കെട്ടാൻ പോകുന്ന പെണ്ണായ അലീനെ രക്ഷിക്കാനായിട്ട് മനു കച്ച കെട്ടി ഇറങ്ങുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.